ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂക്കേട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം കണ്ണന് വന്നു, അതിന് ശേഷം എനിക്ക് വന്നു. ആദ്യം പനിയാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പനി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വർത്താനം പറയാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ പൊരിച്ചെടുത്തു. അങ്ങനെ ഉച്ചയ്ക്ക് ഇതായിരുന്നു ഞങ്ങളുടെ ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ മോര് കറിയാട്ടോ ഉണ്ടായിരുന്നത്. മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ വായിക്ക് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മോര് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൻ ബത്തക്ക വേണമെന്ന് പറഞ്ഞു കേട്ടോ. ബത്തക്ക ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണന് ബത്തക്ക ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കുറച്ച് ദിവസമായി കണ്ണൻ എന്തെങ്കിലും കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ലേറ്റായിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ബത്തക്ക ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ചിരണ്ടിയിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കുലാക്കിയിട്ടാണ് കണ്ണന് കൊടുക്കുന്നത്. ആൾക്ക് ഇങ്ങനെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ നനച്ച തുണി ഞാൻ ആറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം തന്നെ ഞാൻ ആറിയിട്ടാണ്. പുറത്താണെങ്കിൽ ലേറ്റായിട്ട് മൂടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടോന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂക്കേട് വന്നുകൊണ്ടിരിക്കുകയാണ്. സൂക്കേട് എന്തായാലും പോകുന്നില്ല കേട്ടോ. പനിയല്ല, പക്ഷെ നല്ല രീതിയിൽ മൂക്കടപ്പും കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമതേ ഞാനൊരു അലർജി പേഷ്യൻ്റാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൂക്കേട് വരുമ്പോൾ ഞാൻ ചത്ത പോലെ ഒരു അവസ്ഥയാണ്. അതിന് ശേഷം കണ്ണനെ ഉച്ചയ്ക്ക് ഉറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 3-4 ദിവസമായി ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത്. കാരണം എനിക്ക് തല പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തുണികളും പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ചു. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ രാവിലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാനിപ്പൂരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായില്ല. ഇന്ന് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സ്വർഗ്ഗം കിട്ടിയൊരു ഫീലായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു, ഒരു പഴം കഴിച്ചു.